ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള അതായത് വയനാട് റോഡിന്റെ 4 വരെയാക്കുന്നതിന്റെ അപ്ഡേഷൻസ് ആണ്. നിലവിൽ ഈ റോഡ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരുപാട് വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്ന് എരഞ്ഞിപ്പാലം മുതൽ മലാപ്പറമ്പ് വരെയുള്ള വർക്കാണ് നിങ്ങളെ മുന്നിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്നത് എരഞ്ഞിപ്പാലം ജംഗ്ഷൻ ആണ്. അപ്പോൾ ഈ സിഗ്നല് ഇവിടെ ഫ്ലൈ ഓവറും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും ഈ വർക്കിൽ ഇവിടെ ഫ്ലൈ ഓവർ കൂടി വേണ്ടിയതായിരുന്നു. കാരണം അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. കാരണം ഒന്നാമത് ഈ വയനാട് റോഡും അതേപോലെ തന്നെ മിനി ബൈപ്പാസും കൂടി ചേരുന്നൊരു ഭാഗമാണിത്. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് NH കയറി, അതായത് വയനാട് റോഡിലേക്ക് കയറി. അപ്പൊ ഇവിടെയൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഡിവൈഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയാ, 2 സൈഡിലും ഫുട്പാത്ത് ഒന്നും കറക്റ്റ് റെഡി ആയിട്ടില്ല. ഒക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റോഡിന്റെ വർക്ക് ഏകദേശം ഇവിടെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെന്ററിൽ കണ്ടോ ഡിവൈഡറിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സിമെന്റ്, അതായത് കോൺക്രീറ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ മുകളിൽ ചെടിയും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ള പരിപാടി. ഇവിടെ ഫുട്പാത്തിന്റെ പണിയൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. ശരിക്ക് കഴിഞ്ഞിട്ടില്ല, അതായത് നടക്കാനുള്ള ഒരു ഭാഗത്തിലേക്ക് ആയിട്ടില്ല. അപ്പൊ ഇവിടൊക്കെ ഡിവൈഡറിന്റെ പണി ബാക്കി കുറെ നടക്കാനുണ്ട്. മുന്നോട്ടിപ്പോ പോകുന്ന സമയത്ത് ബ്ലോക്ക് ഇപ്പൊ തീരെ കുറഞ്ഞു. കാരണം ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു. കാരണം നമുക്ക് ഒരുപാട് സമയമെടുത്തിട്ടായിരുന്നു. ഇപ്പൊ മലാപ്പറ, അതായത് എരഞ്ഞിപ്പാലത്ത് നിന്ന് അല്ലെങ്കിൽ മാനാഞ്ചിറ ഭാഗത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് മലാപ്പറമ്പ് എത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇവിടെ ഒന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല. ഫുട്പാത്തിന്റെ വർക്കുകൾ കണ്ടോ, ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സിവിൽ സ്റ്റേഷനാണ്. സിവിൽ സ്റ്റേഷന്റെ സ്ഥലത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു ആദ്യമൊക്കെ, 2 വരി പാതയായിരുന്ന സമയത്ത്. പിന്നെ ഇവിടെ സൈഡിൽ തന്നെ ബസ് ബേ ഒക്കെ ആയിട്ട് ചെയ്തത്. അതായത് ബസ് സ്റ്റോപ്പിനൊക്കെ കുറച്ച് കയറ്റിയിട്ടാണ് ഇവര് ചെയ്തത്. ബസ് നിർത്താനുള്ള സൗകര്യം നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ ഈ ഡിവൈഡറിലൊക്കെ ഈ ചെടികളൊക്കെ വന്നാല് നല്ല ഭംഗി ഉണ്ടാവും കാണാന്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാറിട്ട് കഴിഞ്ഞ് ലൈനൊന്നും വരച്ച് തുടങ്ങിയിട്ടില്ല. അത് മാത്രമല്ല സ്ട്രീറ്റ് ലൈറ്റും കുറെ വെക്കാനുണ്ട്. ഇതാണ് സിവിൽ സ്റ്റേഷൻ. അപ്പോൾ സിവിൽ സ്റ്റേഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു യൂട്ടേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ, അതായത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ആ വണ്ടി തരുന്നില്ല, വെള്ളത്തിന്റെ വണ്ടി, അവിടുന്ന് നേരെ കാരപ്പറമ്പിലേക്ക് പോകുന്ന വഴിയാണത്. അപ്പൊ ഇവിടെ ഒരു യൂട്ടേണും കാര്യങ്ങൾക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ എന്താ പറയുക, സാധാരണ ഈ കടകളൊക്കെ കുറെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. കാരണം ആദ്യമൊക്കെ കടകൾ നേരത്തെ റോഡിന്റെ സൈഡിലായിരുന്നു പാർക്കിംഗ് ചെയ്തിരുന്നത്, കടകളെ മുന്നിൽ. ഇപ്പൊ അതായത് കടകൾക്ക് പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പാർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇനി റോഡിൽ കയറ്റി പാർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ 2 സൈഡിലും ചിലപ്പം കൈവരിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ ആളുകൾക്ക് നടപ്പാതന്റെ മുകളിൽ. അപ്പൊക്കെ പുറത്ത് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെയാണ് ഇക്ര ഹോസ്പിറ്റൽ വരുന്നത്. ഇവിടെ ഇക്രന്റെ അടുത്തും ഇവിടെ ഒരു യൂട്ടേൺ ചെയ്യാനുള്ള കയറാനുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ പോകുന്നത് മലാപ്പറമ്പ് ജംഗ്ഷനാണ്. അതായത് ഇവിടെയാണ് ഇപ്പോ എൻഡ് ആകുന്ന സ്ഥലം. അതായത് ഇപ്പൊ നിലവില് 4 വരിപ്പാത എൻഡ് ആകുന്ന സ്ഥലമാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിനൊക്കെ ഇവിടെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതായത് മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ ഇപ്പൊ നിലവില് മുഴുവൻ വർക്കും കഴിഞ്ഞ സ്ഥലത്തിൽ ഇവിടെയാണ് എൻഡ് ആവുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി അടുത്ത ഘട്ടമായിട്ട് തുടങ്ങും. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് സർവീസ് റോഡ് അടുത്ത് നമുക്ക് NH കയറാനുള്ളത്. അതുകൊണ്ട് സർവീസ് റോഡ് എടുത്ത് വന്നതാണ്. അപ്പോ ഇതിന്റെ ബാക്കി മാനാഞ്ചിറ മുതൽ എരഞ്ഞിപ്പാലം വരെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ റോഡിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമായിരുന്നു എരഞ്ഞിപ്പാലം സിഗ്നൽ ഫ്ലൈ ഓവർ. കാരണം ആ സിഗ്നൽ ഒരുപാട് നേരം വാഹനങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് തന്നെ അതുകൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു. എന്തായാലും ഭാവിയിൽ അവിടെ ഒരു ഫ്ലൈ ഓവർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.